ഹലോ, നമുക്കിന്ന് പെട്ടെന്നൊരു ഹെയർ കെയർ നോക്കാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുടി ചീകുന്ന സമയത്തുണ്ട് എൻ്റെ തലയിൽ നിന്ന് തുരുതുരാ താരനിങ്ങനെ പൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് തൈരുള്ളത് കൊണ്ട് അതെടുത്തിട്ട് ഒരു റെമഡി സെറ്റ് ചെയ്തു. ആ തൈരിലേക്ക് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ 3 ഡ്രോപ്പും റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടായിരുന്നു, അതും 3 ഡ്രോപ്പ്, പിന്നെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള കാര്യമുണ്ട്, ഞാൻ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ താരൻ്റെ പ്രശ്നമുണ്ട്, ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തൈര് മാത്രം അപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ തൈരിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതി. താരൻ പെട്ടെന്ന് പോയിക്കോളും. തൈര് മാത്രം തന്നെ ധാരാളമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ പൂവും ഇലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. താളിയും വേണം, താളി ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ഹെയർ കഴുകുന്നത്. അപ്പോൾ ഈ മിക്സ് എന്ത് ചെയ്യുക, തലയോട്ടിയിൽ ഓരോ സെക്ഷൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് വെക്കുക. 15 മിനിറ്റ് മാത്രമേ വെക്കണ്ടൂ, അത് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി, മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ ഞാൻ മൊത്തം അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കെട്ടി വെച്ചതിന് ശേഷം താളി നമുക്ക് ഉണ്ടാക്കണം. താളി പൊതുവേ കൈവച്ച് ഞെരടിയിട്ടാണ് ഉണ്ടാക്കാറ്, പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു താളി. അപ്പം ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കരിഞ്ജീരകം ഉള്ളതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ തിളപ്പിക്കാൻ വെച്ചു. അത് തിളച്ച് നല്ല ബ്ലാക്ക് കളർ ആകുമ്പോഴേക്ക് അതെടുക്കുക, എന്നിട്ട് തണിയാൻ വെക്കുക. തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അത് അരിച്ചിട്ട് തലയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. അങ്ങനെ സെറ്റായിട്ട് ഞാനിതായിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഹെയർ കവർ ചെയ്യുന്നത് ഈ സോഫ്റ്റ് ടൈപ്പ് ടീഷർട്ട് വെച്ചിട്ടാണ്. അതാകുമ്പോൾ നന്നായിട്ട് ഫ്രിസ്നെസ്സൊക്കെ കുറയ്ക്കും. എൻ്റെ ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ളൊരു കേളി ഹെയറാണ്. പൊട്ടി പൊട്ടി പോകും, പിന്നെ കുടുങ്ങും, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഹെയറാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. നമുക്കൊരു ചെറിയ പണിയും കൂടിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കേൾ ഡിഫൈനിങ് ക്രീം വെച്ചിട്ട്, ക്രീമല്ല കേൾ ഡിഫൈനിങ് ജെല്ല് വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല, അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാനിതെടുത്തത്. ഇത് ഫിക്സ് മൈ കേൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കേൾ ഡിഫൈനിങ് ജെല്ലാണ്. ഇത് ഫുൾ കോംബോ ഉണ്ട് ഇവർക്ക്. ഷാംപൂ, കണ്ടീഷണർ, കേൾ ഡിഫൈനിങ് ക്രീം, ജെല്ല്, മോയ്സ്ചറൈസേഷൻ, അങ്ങനെ മൊത്തത്തിലൊരു കോംബോ ഉണ്ട്. അതിന് 1000 എബോ ഉള്ളതുകൊണ്ട് അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കേൾ ഡിഫൈനിങ് ജെല്ല് മാത്രം വാങ്ങി. ഇതിന് 200 രൂപയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ആ കോംബോ മൊത്തം യൂസ് ചെയ്താൽ നല്ല